ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരു വീടാണിത്. ഒരുപാട് സ്മരണകൾ. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ കളിച്ചു വളർന്ന എൻ്റെ സുഹൃത്തിൻ്റെ വീടാണിത്. ഈ ഉമ്മർപ്പടിയിലൊക്കെ ഞാൻ ഒരുപാട് കാലം ഓടിയും ചാടിയും കളിച്ചും ചിരിച്ചൊക്കെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ സുഹൃത്തും അവരുടെ ഉമ്മ, അവരുടെ ബാപ്പ, അവൻ്റെ സഹോദരങ്ങളൊക്കെ ആയിട്ട്. അന്ന് ഈ ഭാഗങ്ങളിലൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. നല്ല വൃത്തിയായി. ഇത് ഈ വീടിൻ്റെ മുറ്റാണ്. ഈ മുറ്റം അന്നൊക്കെ നല്ല വൃത്തിയും കാണാൻ നല്ല രസമായിരുന്നു ഇത്. ഇപ്പോൾ ഈ വീടിപ്പോൾ മറ്റ് ഒരാളെ കയ്യിലാണ്. അവർക്ക് ഇത് വേണമെന്നൊന്നുമില്ല. അവരിത് വൃത്തിയാക്കാനോ അവിടെ നിന്ന് നോക്കാനോ ഒന്നിനും അവർ ശ്രമിക്കാറില്ല. ഒരു കണക്കിൽ നന്നായി. കാരണം അവരങ്ങനെ നോക്കാത്തത് കൊണ്ടാണ് ഈ വീട് ഇന്നും നിലനിൽക്കുന്നത്. ഒരു 10-60 കൊല്ലത്തെ പഴക്കമുണ്ടാവും ഇതിന്. ഇത് ഈ വീട്ടിൽ നിന്ന് നേരെ താഴേക്ക് പോകുന്ന റോഡാണ്. നമ്മുടെ പെരിന്തൽമണ്ണയിൽ നിന്ന് മണ്ണാർക്കാട് റോഡാണ് ഈ കാണുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്ന് മണ്ണാർക്കാട് റോഡ് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്, മെയിൻ റോഡ്. അതിൻ്റെ നേരെ റോഡ് സൈഡിൽ മേൽഭാഗത്താണ് ഈ വീട് കിടക്കുന്നത്. ഒരുപാട് സ്മരണകൾ, ചെറിയ സ്മരണകളൊന്നുമല്ല, ഒരുപാട് സ്മരണകൾ നമുക്ക് തരുന്ന എൻ്റെ സുഹൃത്തും അവരുടെ ഉമ്മയും ബാപ്പയും ഒക്കെ ഉള്ള കാലങ്ങളിൽ നല്ല രസമായിരുന്നു. സുഹൃത്തിൻ്റെ ബാപ്പയും ഉമ്മയൊക്കെ മരിച്ചുപോയി. അപ്പോൾ അവരൊക്കെ ഈ വീട് ഒരു 25 കൊല്ലം മുൻപ് അവരൊക്കെ ഈ വീട് ഒരാൾക്ക് വിറ്റ് വേറെ സ്ഥലങ്ങളിൽ താമസിക്കുന്നു. ഇത് ഈ വീടിൻ്റെ ബാക്ക് സൈഡ് ഭാഗം ഇങ്ങനെ മേലക്ക് നേരെ ഇങ്ങനെ ചെറിയ റോഡുണ്ട്. അന്നൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. അല്ലെങ്കിൽ നല്ല വൃത്തിയായിരുന്നു. ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ആരും പൊളിച്ചു മാറ്റിയിട്ടില്ല. അതേ ചുമരും ഓടും സ്ഥലങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയാണ് ഇപ്പോൾ. പിന്നെ ബാക്ക് ഭാഗങ്ങളിലൊന്നും പറ്റിയിട്ടില്ല വീടിന്. കാലത്തിൻ്റെ പഴക്കങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ മാത്രമല്ല, അന്ന് മുതൽ 25 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ആരും അങ്ങനെ നോക്കിയിട്ടില്ലല്ലോ വീട്. അതിൻ്റെ കാലപ്പഴക്കം, അതിൻ്റെ ഒരു പഴക്കമുണ്ട്, അത്രയേ ഉള്ളൂ. എന്തായാലും കാണുമ്പോൾ നല്ല വേദനയുണ്ട്. നമ്മളെ ചെറുപ്പകാലങ്ങൾ, ഒരുപാട് കാലങ്ങൾ ചിലവഴിച്ച ഒരു വീട് തന്നെയാണിത്. ഓർമ്മകൾ, ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ തരുന്ന വീടും പരിസരങ്ങളും ഈ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു നമ്മളെ കളിയും ചിരിയും ഒക്കെ ഉണ്ടായിരുന്നത്. ഈ വീട് കൂരി ഹംസാഖാൻ്റെ വീടാണ്.